الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഈമാനിനു ശേഷം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അയാളുടെ ആരോഗ്യമാണ്, ആഫിയത്താണ് എന്നത്. ഭൂമിയുടെ ചലനം മുഴുവൻ സ്തംഭിച്ചാലും കുഴപ്പമില്ല, രോഗത്തിൽ നിന്ന് നാം രക്ഷപ്പെടണം, നമ്മുടെ ആരോഗ്യത്തിനും ജീവനുമാണ് പ്രധാനം എന്ന് ലോകം തെളിയിച്ചപ്പോൾ തന്നെ പ്രവാചകൻ പറഞ്ഞ ആ വാക്കിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രഭാതത്തിലും അല്ലാഹുമ്മ ആഫിനി ഫീ ജസദി വസ്സമഇ വബസരി ലാ ഇലാഹ ഇല്ലാ അൻത്, അള്ളാഹുവേ എൻ്റെ ശരീരത്തിലും എൻ്റെ കണ്ണിലും എൻ്റെ കാതിലുമൊക്കെ നീ എനിക്ക് ആഫിയത്ത് നൽകണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. സകല വിശ്വാസികളോടും സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് സൗഖ്യം ചോദിക്കണം, ആരോഗ്യം ചോദിക്കണമെന്ന് പ്രവാചകൻ പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ അവനെ ആരാധിക്കാനാണ് സൃഷ്ടിച്ചത്. നമ്മുടെ ജീവന് വിലയുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് വിലയുണ്ട്. അതുകൊണ്ട് ആരോഗ്യവും ജീവിതവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ ചെലവഴിക്കണം. ഏറ്റവും മൂല്യവത്തായതാണ് ആരോഗ്യം എന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് വന്നിട്ടുണ്ടോ അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് എല്ലാവിധ മുസീബത്തുകളും വന്നുവിടുന്നത്. പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, അള്ളാഹു പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോവുക, അധാർമിക ജീവിതം നയിക്കുകയും ചെയ്യുക. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിൽ നിന്ന് തെറ്റുമ്പോഴും തോന്നിവാസങ്ങൾ നിറഞ്ഞ ജീവിതം നിങ്ങൾ നയിക്കുമ്പോഴും മാരകങ്ങളായ രോഗങ്ങൾ വരുമെന്നും. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി തൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം, ശരീരത്തെയും ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു തൗബ ചെയ്ത് ഖേദിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കുന്നവരെയും അതോടൊപ്പം ശാരീരിക ശുദ്ധി വരുത്തുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി എന്നത് ഈമാനിൻ്റെ പകുതിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും വുളൂഉള്ള ആളുകളായിരിക്കണം മുഅ്മിനീങ്ങൾ എന്ന് പറയുകയും വുളൂ എടുക്കാൻ പ്രത്യേക നിർദ്ദേശം ലഭിക്കുകയും ചെയ്ത ഒരു സമുദായമാണ് നാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എല്ലാ നിലക്കുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് നമ്മുടെ വിശ്വാസത്തെ വിമലീകരിക്കുക, മറ്റൊന്ന് ശുദ്ധിയുള്ള ആളുകളായി നാം മാറുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ രോഗം എന്നത് പരത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യൂരിദന്ന മുംറിദുൻ അലാ മുസഹിൻ. രോഗമുള്ള ഒരാൾ ആരോഗ്യമുള്ള ഒരാളുടെ അടുക്കിലേക്ക് പ്രവേശിച്ച് അയാൾക്ക് കൂടി രോഗം പരത്തരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു നാട്ടിൽ രോഗമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഫലാ തഖ്ദമു അലൈ, ആ നാട്ടിലേക്ക് നിങ്ങൾ പോവരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ ഒരു പരീക്ഷണമായി വന്നിട്ടുള്ള ഈ രോഗത്തിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ടോ അതൊക്കെ നാം പാലിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള
പറഞ്ഞിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കണം. അതുകൊണ്ട് തന്നെ രോഗലക്ഷണമുള്ള ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലേക്കോ ജുമാഅകൾക്കോ ജമാഅത്തുകൾക്കോ പങ്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൈ നൽകുക, ആലിംഗനം ചെയ്യുക, അതേപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങേയറ്റത്തെ വിശുദ്ധി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കൈകൾ കഴുകുക, മുഖം കഴുകുക, എപ്പോഴും വുളുവുള്ള ആളുകളായിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നിശ്ചയിച്ച ഖദറാണ്, അത് സൂക്ഷിക്കുന്ന ആളുകളെ അള്ളാഹു സഹായിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു മഹത്തായ ഖളാ നീങ്ങിപ്പോകാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ, ദുആ കൊണ്ടാണ് ഖളാ നീങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി അസ്മാഇകൽ ഹുസ്ന വ സിഫാതികൽ ഉലാ അൻ തഹ്ഫളനാ മിൻ ജമീഇൽ അംറാദി വൽ അസ്ഖാം വ അൻ തഹ്ഫള ബിലാദനാ വസായിറൽ ബിലാദ് മിൻ കുല്ലി സയ്യിഇൽ അസ്ഖാം യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم وفق جميع حكام الإمارات واحفظ هذه البلدة وسائر بلاد المسلمين من كل الفتن ما ظهر منها وما بطن ومن كل سيء الأسقام والأمراض والبلايا يا أرحم الراحمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.